2025-26 വർഷത്തിൽ 11 കോടി തൊഴിൽ ദിനങ്ങൾ ആവശ്യപ്പെട്ടതിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചത് 5 കോടി മാത്രമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. 8.5 കോടി തൊഴിൽ ദിനങ്ങളാണ് സംസ്ഥാനം സൃഷ്ടിച്ചത്. ഇതുകൊണ്ട് സംസ്ഥാനത്തിന് വലിയ തുക കുടിശ്ശിക നൽകേണ്ടി വന്നു. 528 കോടി രൂപ കൂലി ഇനത്തിൽ മാത്രം ലഭിക്കാനുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനെ കേരളത്തിൽ ബാധിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് ലഭിക്കാനുള്ള കുടിശ്ശിക 811.977 കോടി രൂപയാണ്. ഇത്രയും വലിയ കുടിശ്ശിക, അതിൽ ഗണ്യമായൊരു കുടിശ്ശിക 578 കോടി കൂലി ഇനത്തിലാണ്. ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനം. ഈ സമീപനമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനെ കേരളത്തിൽ ബാധിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പിനെ ആസൂത്രിതമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. 8.57 കോടി തൊഴിൽ ദിനം നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നിരവധി തവണ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഡിമാൻഡ് ഡ്രിവൺ ആണ്, നമ്മൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 85.64 അനുവദിച്ചതിൻ്റെ 85.64% തന്നെ ലേബർ ബജറ്റ് പുതുക്കാൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് കത്ത് നൽകി. ഒരു പ്രതികരണം ഉണ്ടായില്ല.